ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ കാലം ശേഷമാണ് വീഡിയോ ഇടുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LBS അലോട്ട്മെന്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ തുടക്കമായിട്ട് ട്രയൽ അലോട്ട്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പം ഈ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ഒരു കോളേജ് കിട്ടി, ആ കോളേജ് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്ന ഒരു നിർബന്ധമില്ല. ട്രയൽ അലോട്ട്മെന്റ് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്നു നോക്കാം. അപ്പോൾ കിട്ടിയവരാണെങ്കിൽ ഓക്കെ, അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. മീൻസ് ട്രയൽ അലോട്ട്മെന്റ് ഇപ്പോൾ ഒരു കോളേജ് കിട്ടി, ആ കോളേജ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ LBSൻ്റെ സൈറ്റിൽ പോയിട്ട് സാധാ എടുക്കുന്ന ആ വെബ്സൈറ്റ് എടുത്താൽ അറിയാൻ പറ്റും. അവർ പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് റിവീൽസ് ഓൺലി ദി പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ അലോട്ട്മെൻറ്റ്. അല്ലാണ്ട് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷയിലിരിക്കരുത്. ഇനി ചിലർക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത കോളേജാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഇങ്ങനെ ഫസ്റ്റിൽ അത് തന്നെ കിട്ടുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ഫസ്റ്റിൽ അത് തന്നെ കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. ട്രയലാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറ്റാനുള്ള സമയമൊക്കെ ഇനിയും ഒരുപാടുണ്ട്. Applicants included in the rank list can register or rearrange their course option till 5 PM on 2/8/2025. അപ്പോൾ നാളെ, ഇന്നിപ്പോൾ August 1 നാളെ August 2 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കോളേജ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഇപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ് ഫസ്റ്റ് കിട്ടിയെങ്കിൽ, നിങ്ങൾക്ക് ട്രയൽ വന്നെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മാറ്റാം. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് തേർഡ് ആക്കാം, തേർഡ് ഫോർത്ത് ആക്കാം, ഫോർത്ത് ഫസ്റ്റ് ആക്കാം. ഇപ്പോൾ അതൊക്കെ ചെയ്യാം, ബിക്കോസ് ട്രയലാണ് വന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാറും. അപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല, അതേപോലെ തന്നെ ഇട്ടേക്കാണ്, ഇഷ്ടപ്പെട്ട കോളേജൊക്കെ കിട്ടിയെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതേപോലെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ട്രയൽ കിട്ടി, ഞാൻ ഒന്നും ചെയ്തില്ല, ഫസ്റ്റ് എനിക്ക് അത് തന്നെ കിട്ടി. എപ്പോഴും അങ്ങനെ സംഭവിക്കണം എന്നില്ല. ന്യൂലി അപ്ലോഡ് കോളേജ്, അപ്പം കുറേ പേര് ചോദിച്ചു നഴ്സിങ്ങിന് മാത്രമാണ് ഓപ്ഷൻ വെക്കാൻ പറ്റുക, പാരാമെഡിക്കലിൻ്റെ ഓപ്ഷൻ വെക്കാനൊന്നും കാണുന്നില്ലല്ലോ. അതായത് ഇപ്പം നിലവിൽ നഴ്സിങ്ങിൻ്റെ ഓപ്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് കയറി നോക്കുക, ഓരോ കോളേജ് ഓരോ കോഴ്സൊക്കെ ആഡായി വരും. അങ്ങനെ ആഡായി വരുന്ന സമയത്ത് പാരാമെഡിക്കലിനും ആഡ് ചെയ്യാൻ പറ്റും, ഒരുമിച്ചാണ് ആഡ് ചെയ്യുക. അപ്പം അതിൻ്റെ ഓപ്ഷൻ കോളേജിൻ്റെ പേര് ലിസ്റ്റിൽ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അതായത് പറയുന്നത് ന്യൂലി അപ്രൂവ്ഡ് കോളേജ് വിൽ ബി ആഡഡ് ടു ദി കോളേജിൽ ജസ്റ്റ് വെൻ ദേ അപ്രൂവ്ഡ്. പിന്നെന്താണ്, ഇപ്പം അവർക്ക് കോഴ്സും കോളേജ് ഓപ്ഷനൊക്കെ രജിസ്റ്റർ ചെയ്യാം. റാങ്ക് ലിസ്റ്റിൽ വന്നവർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ ഇൻഡെക്സ് ഒക്കെ അനുസരിച്ച്, ഇപ്പം എൻ്റെ ഇൻഡെക്സ് വളരെ കുറവാണ്, എനിക്ക് കോളേജ് കിട്ടില്ലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു അസംഷനിൽ വരുന്നത് കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയേക്കാം. അപ്പം റാങ്ക് ലിസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കുറവ് വന്നവർക്ക് ഓട്ടോമാറ്റിക്കലി റാങ്ക് കുറവായിരിക്കുമല്ലോ. അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, പറ്റുന്ന അത്രയും കോളേജുകൾ വീണ്ടും വീണ്ടും വിൽക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുക. ട്രയൽ അലോട്ട്മെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ഇത് ഇതാണ്. ഇനി നിങ്ങൾക്ക് കുറേ മാറ്റാം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് മാറ്റാം. ചിലപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ ഇയേഴ്സിലൊക്കെ പറ്റുന്നുണ്ടായി, ഇനി പറ്റുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റുകയാണെങ്കിൽ ഇപ്പം തന്നെ മാറ്റാം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാറ്റാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിലും ഇപ്പോൾ കിട്ടിയ കോളേജ് ട്രയലിൽ സാറ്റിസ്ഫൈഡ് അല്ല, ട്രയൽ തന്നെ എനിക്ക് ഫസ്റ്റിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് റീഅറേഞ്ച് ചെയ്യുക. കാര്യം റീഅറേഞ്ച് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്തായാലും നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രയോറിറ്റി ഒക്കെ മാറുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് അതിന് കോളേജ് കിട്ടാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഉണ്ട്, അതായത് സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞൊരു 10-12 അലോട്ട്മെൻറ്റ് ഇങ്ങനെ പോകും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾക്ക് അത് തന്നെ കിട്ടും. ഇനി അതല്ല വേണമെന്നുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു വീഡിയോ, അപ്പോൾ ഇനി അടുത്ത അലോട്ട്മെൻറ്റൊക്കെ വേഗം വന്നു തുടങ്ങും. സോ ഇതൊക്കെ ശ്രദ്ധിക്കുക, എല്ലാ ഡീറ്റെയിലും ശരിയായിട്ട് നോക്കുക. അപ്പോൾ അത്രയും അടുത്തൊരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.